അപ്പം ആദ്യമേ തന്നെ നമ്മളുടെ ഒരു വിഷയം എന്താണെന്നറിയാവോ? നമ്മൾ കുഞ്ഞുനാൾ മുതൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഉടനെ അനുഗ്രഹം അങ്ങനെ പഠിച്ചിരിക്കണത് അല്ലേ? അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ എന്താണ്? അനുഗ്രഹം എന്നാ പിന്നെ അല്ലേ? പക്ഷേ അങ്ങനെയല്ല വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് കൃപ. അതാണ് വിഷയം. മനസ്സിലായില്ലേ? ദൈവം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? കൃപ. ദാറ്റ് ഈസ് പവർ ഓഫ് ഗോഡ്. നമ്മൾ ഇഫക്റ്റ് ഓഫ് ദി പവറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം എന്താണ്? ഇഫക്റ്റ് ഓഫ് ദി പവറാണ്. അതായത് ദൈവശക്തിയുടെ ഒരു പ്രതിഫലനമാണ് അനുഗ്രഹമായിട്ട് വരുന്നത് ഇല്ലേ? അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് അധികം വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൃപയെന്ന് മനസ്സിൽ വരണം. എന്താണ്? പവറാണ്. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. എന്തുകൊണ്ടാണ് കൃപ പവറാണെന്ന് പറയാൻ കാര്യം? അത് 2 കൊരിന്ത്യൻസിൻ്റെ 12:9 എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. വായിച്ചോളൂ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ചോളൂ. 2 കൊരിന്ത്യസ് 12:9. 2 കൊരിന്ത്യസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പം നിനക്ക് എൻ്റെ കൃപ മതി. ഒരു മനുഷ്യന് എന്താണ് ദൈവത്തിൽ നിന്ന് വേണ്ടത്? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല അല്ലേ? നിനക്കെൻ്റെ അനുഗ്രഹം മതിയെന്നല്ല. പിന്നെ എന്താണ്? നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ടത് ദൈവകൃപയാണ്. എന്തുകൊണ്ടാണ് ദൈവകൃപ മതിയെന്ന്, ദൈവകൃപ വേണമെന്ന് പറയാൻ കാര്യം? ഇതാണ്. എന്തെന്നാൽ, അടുത്ത വചനം കണ്ടല്ലേ? എന്തെന്നാൽ പറഞ്ഞേ. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അവിടെ കൃപയ്ക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ശക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴേ നമ്മൾക്ക് കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ ഗുണമെന്ന് പറയുന്നത്, ഈ ശക്തി നമുക്ക് ഓരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ അല്ലേ? ഓരോരോ രോഗത്തിനും ഓരോ മരുന്നല്ലേ? വൈദ്യശാസ്ത്രത്തിൽ. ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ വ്യത്യാസം അതാണ്. അതായത് ശാസ്ത്രത്തിൽ ഓരോ കാര്യത്തിനും ഓരോരോ സൊല്യൂഷൻസാണ്. വിശ്വാസത്തിൽ എല്ലാ കാര്യത്തിനും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? പവർ ഓഫ് ഗോഡ്. കൈയടിച്ച് കിടത്താനും ശ്രുതികട. ഇപ്പോൾ വെളിപ്പെട്ടത് അതായത് ശാസ്ത്രത്തിലെ ഓരോരോ വിഷയത്തിനും പർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ്. പക്ഷേ വിശ്വാസത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? എല്ലാ വിഷയങ്ങൾക്കും സിംഗിൾ സൊല്യൂഷനാണ്. എന്താണ്? കൃപ എന്ന് പറയുന്ന സിംഗിൾ സൊല്യൂഷൻ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന്, അതായത് അവിടെ പേര് റീബ ഡെൻസിൽ, ഒരു നേഴ്സാണ് റീബ ഡെൻസിൽ. ഈ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ അവസ്ഥ, അവരുടെ ആമാശയത്തിൻ്റെ പുറകിൽ 3 മുഴകൾ, ആമാശയത്തിൻ്റെ പുറകിലാണ് വലിയ മുഴകളാണ്, ട്യൂമർ പോലെ ഇങ്ങനെ ഒരു. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണമായിരുന്നു, പിന്നീട് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് 4 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ആമാശയത്തിൻ്റെ പുറകിലാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പാടാണെന്നൊക്കെ പറഞ്ഞു. അവിടം വരെ പോകാൻ കാരണം എന്താണെന്നറിയാവോ? നേരത്തെ ഇതുപോലെ വന്നിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ്, അപ്പോൾ വീണ്ടും അത് വന്നതാണ്. അപ്പം അപ്പോഴൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യത്തെ ഓപ്പറേഷനിലൊക്കെ അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവർക്ക്.
അത് കാരണം ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആദ്യം ഓപ്പറേഷനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാകുമല്ലോ. ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ നേഴ്സായിരുന്ന അവർക്കാർക്ക് ടെക്നിക്കാലിറ്റീസ് എല്ലാം അറിയാം. ഓപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പോൾ ഹീലാകുമല്ലോ. അപ്പോൾ എനിക്കത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. ആദ്യത്തെ ഓപ്പറേഷൻ 4 ആമാശയത്തിൻ്റെ പുറകിലാണ്, 4 ട്യൂമറാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ടെൻഷൻ ഇല്ല, മനസ്സിലായില്ലേ? അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വിഷയമാണ്. ടെൻഷൻ ഉണ്ടാകണം, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കടമാണ്, ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണത്. നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നു, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ലത്. കാര്യം ടെൻഷൻ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണത്? നമ്മളുടെ മെരിറ്റ് പോകുന്നൊരു സമയത്ത് യു ആർ ലൂസ്. ടെൻഷൻ നമ്മളോട് പറയണത് എന്താ? ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മളോട് പറയണത് എന്താണ്? യു ആർ ലൂസിങ് യുവർ മെരിറ്റ് എന്നാണ് പറയണത്, അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യത പോയിക്കൊണ്ടിരിക്കുന്നു, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ ജനറേറ്റർ ഓൺ ചെയ്യാൻ സമയമായി. അത്രേ ഉള്ളൂ സംഭവം. ഇത് വളരെ നല്ല ഒരു ലാംഗ്വേജ്. ടെൻഷൻ എന്ന് പറഞ്ഞൊരു നല്ല ലാംഗ്വേജാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബലഹീനമാകുകയാണ്. അപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? നമ്മൾ ബലഹീനമാകുമ്പോഴെന്താ ചെയ്യേണ്ടത്? അത് ഓട്ടോമാറ്റിക്കാണത്. അവിടെ അത് ഓട്ടോമാറ്റിക്കാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ആകണമെങ്കിൽ അതൊക്കെ കുറച്ച് മാനുവൽ പരിപാടിയുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 2 നമ്മൾ വായിച്ചു തന്നെ എടുത്തുള്ളൂ. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9 പറഞ്ഞോളൂ. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊക്കെ മുമ്പൊരു വിഷയമുണ്ട്. എന്താ കാര്യം വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഒരു വിഷയം, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ആവസിക്കുകയാണ് ചെയ്യണത്. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആവാസനമെന്നാണ്. അത് നമ്മുടെ ഇപ്പോൾ ശക്തി, കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കുക. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബലഹീനതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പീഡിയോ ദാറ്റ് മീൻസ് ഒരു മിനിമം ബലഹീനത നമുക്കുണ്ടാകണം. അത് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൃപയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെന്താ പറഞ്ഞത്? റീബ ഡെനിസ് എന്താ പറയണത്? 4 ആമാശയത്തിൻ്റെ ബാക്കിൽ 4 ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരെണ്ണം വലുതായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. കാര്യം അവരെക്കുറിച്ച് എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല. ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യോഗ്യതയിൽ നിന്ന് നമ്മൾ വി ആർ ലൂസിങ് അവർ മെരിറ്റ് എന്നായി ടെൻഷൻ നമ്മൾ പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായോ? നമ്മുടെ യോഗ്യത നഷ്ടപ്പെടുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഓപ്ഷൻ. ഓരോ ടെൻഷനും നമ്മളോട് പറയുന്ന സംഭവം എന്താണ്? കൃപയുടെ കാലമായി, ഇനി നിൻ്റെ യോഗ്യതയുടെ കാലം കുറയുന്നു. ക്ലിയർ അല്ലേ? ഇത് നിങ്ങളുടെ യോഗ്യതയുടെ കാലം കുറയുന്നു. എല്ലാത്തിനും മനുഷ്യന് ഒരു യോഗ്യതയുണ്ട്. പഠിക്കാനൊരു യോഗ്യത ഇല്ലേ? പഠിക്കുന്നതിനൊരു യോഗ്യതയുണ്ട്. മെമ്മറി ഒരു യോഗ്യതയാണ്. ആരോഗ്യം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നമ്മളെ സംതൃപ്തരാക്കുന്നതും നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ആത്മവിശ്വാസത്തിൽ നിലനിർത്തുന്നതൊക്കെ നമ്മുടെ യോഗ്യതകളാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? നമ്മുടെ യോഗ്യതയാണ്, നോട്ട് ദൈവമല്ല. കാര്യം മനസ്സിലായില്ലേ? ഇത് വെരി സീരിയസ് ആണിത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കോ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്?
അതൊരിക്കലും ദൈവമല്ല. അത് നമ്മൾക്കുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് മെറിറ്റ്സാണ്. മനസ്സിലായ? ഇവിടെ ടോർപ്പഡോ വരുമ്പോഴാണ് കൃപയുടെ കാലം ആരംഭിക്കുന്നത്. നമ്മൾക്ക് ആത്മവിശ്വാസം, ഇപ്പോൾ പണമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പണമുണ്ട്, അത് ആത്മവിശ്വാസം തരും നിങ്ങൾക്ക്. ബാങ്ക് പൊളിയണത് വരെ ആത്മവിശ്വാസം തരും. മനസ്സിലായില്ലേ? ബാങ്ക് മൊറട്ടോറിയം ആയെന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാ നമ്മൾ പുറകോട്ട് വയ്ക്കും. എന്താണ് നമുക്ക് അറ്റാക്ക് അടിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മളുണ്ട് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആത്മവിശ്വാസങ്ങളാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആത്മവിശ്വാസം മെറിറ്റിൽ നിന്ന് വരണതാണ്, വിശ്വാസത്തിൽ നിന്ന് വരണത് കൃപയാണ്. ഇത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, ഇത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ബൈബിൾ ഗണിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമല്ല, മറിച്ച് ഭൗതികമായിട്ടുള്ള കപ്പാസിറ്റീസാണ്. പൊന്ന്, പണം, പറമ്പ്, പാർട്ടി, സ്വാധീനിക്കാൻ ആൾ, റെക്കമെൻഡ് ചെയ്യാൻ ആൾ, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇങ്ങനെ മെറ്റീരിയലായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയണതാണ് പലപ്പോഴും നമ്മളുടെ യോഗ്യത എന്ന് നമ്മൾ പറയണത്. പക്ഷേ ദൈവ പൈതലെ, നീയും ഞാനും ഓർക്കാൻ ദൈവം പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഈ ലോകത്തുള്ള പകുതി മുക്കാൽ കാര്യങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൊണ്ടല്ല റൺ ചെയ്യണത്, നോട്ട് ബൈ മെറിറ്റ്. അതാണ് എഫേസ്യൻസ് 2:6 വായിച്ചോളൂ, ഒന്നൊരു വായിച്ചോളൂ. എഫേസ്യൻസ് 2:6 നമുക്ക് ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. എന്ന് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെടുക നിത്യരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവികമായ പദ്ധതിയാണ്. അവിടെ ഒന്നും ആത്മവിശ്വാസത്തിനും മെറ്റീരിയലായിട്ടുള്ള നമ്മുടെ യോഗ്യതയ്ക്കൊന്നും ഒരു നിലവില്ല, നമ്മുടെ ആസ്തിയില്ല. അതുകൊണ്ടാണ് അതിന് ഫുൾ ആൻഡ് ഫുൾ ഗ്രേസാക്കി ദൈവം വെച്ചത്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ കൃപയാലാണ് എന്ന് പറഞ്ഞു, വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ വിശ്വാസത്തിന് വലിയ അടിസ്ഥാനമായ ഒരു വിശ്വാസത്തിന് പ്രത്യേകിച്ച് വിശ്വാസം എന്ന് പറഞ്ഞ മക്കളെ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് ഈ നിത്യരക്ഷ എന്ന് പറയുന്ന വിഷയം മാനുഷികമായിട്ട് നടക്കാത്തതാണ്. അത് ദൈവികമായ കാര്യമായത് കൊണ്ടാണ് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് അത് കൃപയാലായിട്ട് വരണത്. കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നിത്യരക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിത്യജീവിതവും കൂടി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. നിത്യതയോളം മനുഷ്യൻ ജീവിക്കുന്ന വലിയൊരു പ്രോജക്റ്റാണത്. പക്ഷേ അതിൻ്റെ കാര്യം ഞാൻ സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, നിത്യരക്ഷ വലിയൊരു പ്രോജക്റ്റാണ്, എന്നായിരിക്കും അത് എന്നൊക്കെ. ഞാനിതിങ്ങനെ സിമ്പിളായിട്ട് പറയണത്, ഞാൻ നിത്യരക്ഷ എന്താണെന്ന് കണ്ട ആളാണല്ല. അതാണ് പ്രശ്നം. ഞാൻ സിമ്പിളായിട്ട് പറയണത്, ഞാൻ അമ്മയെ ജീവനോടെ കണ്ട ആളല്ലേ. ഒന്നല്ല, ഇവിടെ വെച്ചും പിന്നെ ഈജിപ്തിൽ വെച്ചും 2 പ്രാവശ്യം. ഈജിപ്തിൽ വെച്ച് അമ്മ 4 പേരെ എൻ്റെ വായിക്കൊണ്ടുവന്നിട്ട്, അതല്ലേ ഇപ്പം ഞാൻ വാ പൊളിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വല്ലതും പഠിച്ചിട്ട് പറഞ്ഞാണോ? പഠിക്കാനുള്ളതൊക്കെ ഞാൻ സെമിനാരി വെച്ച് ഞാൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അതായത് അച്ഛനായിട്ട് പോലും എനിക്ക് അവിടെ ലൈബ്രറി, എൻ്റെ മുറി ലൈബ്രറി മുഴുവനും പഠിത്തമാണ്. പുറത്തുള്ള ജോലി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമാണ്. പക്ഷേ ഞാനീ നിങ്ങളോട് പറയണമൊന്നും ആ പഠിച്ച കൂട്ടത്തിലുള്ളതല്ല. ഞാനീ പറയണതെല്ലാം കർത്താവ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തരണ വചനങ്ങളാണ് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പ്രാർത്ഥിച്ചങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കർത്താവ് ലിങ്ക് ചെയ്ത് പുതിയ വചനങ്ങൾ തരണത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, വചനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പോഴെന്താണ് നമ്മൾ പറഞ്ഞു കേട്ടത്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ
രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ള വലിയ പദ്ധതി നിത്യജീവനോട് ബന്ധപ്പെട്ട കാര്യമാണത്. ഞാനെന്താ നിത്യജീവൻ സിമ്പിളായിട്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അമ്മയെ ഞാൻ നേരിട്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനേക്കാൾ വലുത് IELTS ആയിരിക്കും. അതെന്താ പറയുന്നത്? നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യേണ്ട വിഷയം അതാണ് നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യേണ്ട വിഷയം. പക്ഷേ എൻ്റെ മക്കളൊരു സാധ്യത ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അന്ന് മുതലാണ് കൃപ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾക്ക് എന്നാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവത്തിന് പ്രാധാന്യമുള്ള എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്, അല്ലേ? അതാണ് പ്രശ്നം. പക്ഷേ നിങ്ങളുടെ വിഷയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിനൊരു പ്രാധാന്യം, നിങ്ങളുടെ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ഥലം വെക്കുക, വിവാഹം നടക്കുക, മക്കളുണ്ടാവുക, ഇങ്ങനെയുള്ള നിങ്ങളുടെ വിഷയത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന് എപ്പോഴാണ് കൈവരിക, അപ്പോൾ മുതലാണ് ഈ കൃപ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കൈയടിച്ച് കർത്താവിനെ എല്ലാം നിങ്ങളുടെ വിഷയബന്ധിയായ വിശ്വാസമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വിഷയബന്ധിയാണ്. അതാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതായത് വിഷയത്തെക്കാൾ നിങ്ങളുടെ ദൈവം വലുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷയത്തെക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്കറിയത്തില്ലെന്ന് പറയും. എന്താ കാര്യം? പലർക്കും നിങ്ങളുടെ വിഷയത്തെക്കാൾ ചെറുതാണ് നിങ്ങളുടെ ദൈവം. അതാണ് എൻ്റെ വിഷയം, അതെൻ്റെ കാരണം. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ റീബ ഡെൻസിൻ്റെ സാക്ഷ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, റീബ ഡെൻസ് പറയുമായിരുന്നു, അവസാനം ഈ ട്യൂമർ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നതോടുകൂടി ഞാൻ പ്രാർത്ഥന നിർത്തി. അതാണ് സാധനം. ദാറ്റ് മീൻസ് നിങ്ങളുടെ ദൈവത്തെക്കാൾ വലുതായി വിഷയം. ക്ലിയർ അല്ലേ? അവർ പറയണത് അവർ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ട്യൂമർ വീണ്ടും ഒന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് അതായത് നമ്മളൊക്കെ സംഭവിക്കേണ്ടത് ഇതിനേക്കാൾ ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും സംഭവം. അതായത് അവർക്ക് ആദ്യം ഒരു ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ സുഖമായിക്കൊള്ളുമല്ലോ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കൊള്ളൂ. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സുഖമായിക്കൊള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്നാണ് അവർ പറയണത്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ടെൻഷൻ വേണ്ടതായിരുന്നു ആദ്യമേ. കാര്യം ടെൻഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നാഷണൽ ഹൈവേ ആണ്, പഞ്ചായത്ത് റോഡല്ല. നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു നാഷണൽ ഹൈവേ ആണ്. അതുവഴിയാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലോഡ് വരുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. നമ്മൾ ടെൻഷനെ പഴിക്കരുത്. അതൊക്കെ ദൈവം തന്നിരിക്കണം മനുഷ്യന്മാർക്ക്. അത് എന്നുവെച്ചാൽ ദൈവത്തിൽ ആശ്രയിപ്പം എനിക്കതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഇപ്പോഴെങ്ങുമല്ല, പണ്ട് എപ്പോഴും പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമായിരുന്നു പണ്ട്. ഇപ്പം നമുക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതായത് പള്ളികളിലൊക്കെ പോയി ധ്യാനിപ്പിക്കുമ്പോൾ എൻ്റെ ഇടവകയിലെ ഇടവകയിലൊക്കെ ഇരിക്കുമ്പോൾ 800 വീട്ടുകാരുണ്ടേ. അപ്പോൾ അവിടുത്തെ മരിപ്പും കല്യാണവും വേദപാഠവും സംഘടനാ പ്രവർത്തനവും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റു ഇടവകയിൽ പോയി ധ്യാനിപ്പിക്കാൻ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വരണത്, വല്ല ഒടുക്കത്തതാ ശൈര്യലേപനോ രോഗീലേപനോ ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതോടുകൂടി പിന്നെ നമ്മൾ അതിൻ്റെ പിറകെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ടൈം കുറയും. പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ വണ്ടി 70 പറപ്പിക്കുമ്പോൾ ഇത് അവിടെ എത്തുമ്പോഴൊക്കെ ഒരു തന്നെ കേത്തച്ച് പിടിച്ച് ഇത് വെക്കുക, ഇതിൻ്റെ ഇടയ്ക്കുള്ളിൽ പ്രിപ്പയർ ചെയ്യാൻ മറന്നു വെച്ചാൽ നമുക്ക് പറ്റാത്ത സമയം കിട്ടാത്തത് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഇതിനകത്ത് ടെൻഷനാകും. പിന്നെ എന്ത് ചെയ്യും? വണ്ടിയിരുന്നുകൊണ്ട് ഈ സ്ഥലത്ത് എത്തണവരെ ജവമാരി എലിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താ അറിയുമോ? ഏത് ധ്യാനമാണ് ഏറ്റവും നല്ലോണം വിജയിച്ചത്, അഭിഷേകം ഉണ്ടായെന്ന് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടി ഞാൻ ടെൻഷൻ അടിച്ച ധ്യാനമായിരിക്കും. അതാണ് വിഷയം. ഞാൻ എന്തെങ്കിലും എൻ്റെ സഹോദരന് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെയെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നേ പറയത്തുള്ളൂ. കാര്യം കഥകൾ പറയത്തില്ല, മറ്റുള്ളവരുടെ അനുഭവങ്ങളൊന്നും പറയത്തില്ല. ഇവിടെ നമ്മൾ നേരിട്ട് കൺമുമ്പിൽ കണ്ട കാര്യങ്ങളെ പറയത്തുള്ളൂ എപ്പോഴും. കാര്യത്തിൽ അത് പക്കയായിരിക്കും. അത് ആൾക്കാരുടെ സ്വഭാവം അറിയാവില്ല. അത് കഥയല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതുള്ളൂ. അങ്ങനെയല്ല. ഞാൻ എന്നും പറയുമ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ കൺമുമ്പിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ രീതി അതാണ്. അവർ പറയുമില്ല കണ്ണുകൊണ്ട് കണ്ടത്, കൈകൊണ്ട് തൊട്ടത്,
ചെവി കൊണ്ട് കേട്ടത് ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അപ്പം യോഹന്നാനൊക്കെ പ്രത്യേകിച്ച് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് യോഹന്നാൻ വിജയിക്കുകയും ചെയ്തത്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷത്തിൽ പറഞ്ഞാൽ ഏക്കത്തില്ല. അത് പൗലോസ് അപ്പോസ്തലൻ അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ 17-ാം അധ്യായത്തിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഏതൻസിൽ ചെല്ലുമ്പോൾ ഏതൻസിലെ കവികളുടെ ചില വചനങ്ങളൊക്കെ അവിടെ ഭിത്തിയിൽ എഴുതിയിട്ടിരുന്നത്, തൂണിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അതൊക്കെ കോട്ട് ചെയ്ത് അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹം ആൾക്കാർ കേട്ടിട്ട് ഇറ്റ്സ് ഗുഡ് പ്രസംഗം എന്നൊക്കെ പറഞ്ഞു, നല്ല പ്രസംഗം എന്നൊക്കെ പറഞ്ഞു ഗുഡ് ബൈ പറഞ്ഞു പോയി. ഏറ്റില്ല. ക്രൂശിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ഭയങ്കരമായിട്ട്, ക്രൂശിക്കപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ സബ്സിഡി ഉണ്ട് ഒത്തിരി. അതിന് മറ്റേ സബ്സിഡി ഇല്ലല്ലോ പുള്ളി. അതാണ് വിഷയം. അതായത് ദൈവവചനത്തെക്കുറിച്ച്, ക്രൂശിനെക്കുറിച്ചും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വർഗീയമായ സബ്സിഡി കിട്ടും. പൗലോസ് അപ്പോസ്തലൻ ഏതൻസിലെ കവികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സബ്സിഡി കിട്ടിയില്ല, ഗ്രാൻറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. തെണ്ടിപ്പിരിഞ്ഞ് അവിടെ നിന്ന് അവസാനം ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുള്ളിക്കാരൻ. എനിക്കതറിയാവുന്ന കാരണം ഞാനിങ്ങനെ അതൊന്നും മറ്റുള്ളവരുടെ കഥകളൊന്നും പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടത് അത് പറയും. ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടെൻഷൻ അടിക്കുന്ന കാലത്ത് ആ ടെൻഷൻ പോലെ തന്നെ പ്രെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, സമാന്തരം. മനസ്സിലായ? ടെൻഷൻ അടിക്കുമ്പോൾ അടിച്ചങ്ങനെ കുത്തി കറണ്ട് അടിച്ച പോലെ കിടക്കരുത്. ടെൻഷൻ അടിക്കുമ്പോൾ കറണ്ട് അടിക്കണ പോലെ നമുക്ക് കിടക്കരുത്. പക്ഷെ ടെൻഷൻ അടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിന് ബദലായിട്ട് അതിൻ്റെ ഒപ്പം സമാന്തരമായിട്ട് നീ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പ്രൊമോട്ട് ചെയ്യണം ജപമാല ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ചില ആൾക്കാർ പറയും ഞാൻ ഒരു വചനം തന്നെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം. അപ്പം നിനക്കതാണ് അഭിഷേകം കിട്ടിയിരിക്കണത്. അപ്പം നീ അത് ചെയ്യണം. നിനക്കതാണ് അഭിഷേകം കിട്ടിയിരിക്കുന്നത്. എന്താണ്? എന്നെ ഇപ്പം ഫിലിപ്പിയർ 4:13 എന്താണ്? എന്നെ പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അപ്പം അതാണ് നിനക്കൊരു വചന അഭിഷേകമായി കിട്ടിയിരിക്കണമെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതിന് ടൈം കഴിയുമ്പോൾ ടെൻഷൻ എന്നൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ അല്പായുസുകളാണ്. ടെൻഷനൊക്കെ അധികകാലം ഒന്നും നിലനിൽക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? എല്ലാ ടെൻഷനെയും അതിജീവിച്ചുകൊണ്ട് അവൻ മരിച്ചു ഉയർത്തെന്നേറ്റവനാണ്. അവൻ്റെ കീഴിലാണ് ലോകത്തിലുള്ള എല്ലാ ടെൻഷനും. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ.